ഹായ് ഹലോ അഖിൽ എക്സോട്ടിക്കയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാക്കിൽ വരുന്ന ട്യൂബഗ്രീ എന്ന് പറഞ്ഞിട്ടൊരു ജാക്കിൻ്റെ പ്ലാന്റാണത്. ഇത് വരുന്നത് ലാൽബാഗ് മധുര എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റാണത്. ഇത് മല്ലേശ്വരം റെഡ് എന്ന് പറഞ്ഞൊരു ജാക്കിൻ്റെ പ്ലാന്റാണത്. ഇത് സിദ്ധു ജാക്ക് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണത്. റെഡ് ആണ് വരുന്നത്. റെഡാണ് വരുന്നത്. ഇത് ദുരിയാൻ ജാക്കാണ് വരുന്നത്. ഇതിന്റെ ഷേപ്പ് നമ്മുടെ ദുരിയാന്റെ പോലെ തന്നെ ആ ഷേപ്പിലാണിത് ഈ ജാക്ക് വരുന്നത്. ജാക്കിന്റെ ഷേപ്പിന് ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ടല്ലേ? അതെ. ഇത് പൈനാപ്പിൾ ജാക്കാണത്. ഇത് ടേസ്റ്റ് പൈനാപ്പിളിന്റെ ടേസ്റ്റ് തന്നെയാണ്. സെയിം ടേസ്റ്റ് ആണ് വരുന്നത്. ഇത് തായ് ഷുഗർ ജാക്കാണ് ഇത് വരുന്നത്. ഇത് നല്ല മധുരം, കുറച്ചും കൂടി മറ്റുള്ളതിനേറ്റും കുറച്ചും കൂടി ഒരു മധുരം, നല്ലൊരു മധുരം ആയിരിക്കും. ഇത് മറ്റൊരു വെറൈറ്റിയാണിത്. നമ്മുടെ പെറ്റ് ഡാം ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് വരുന്നത്. ഇത് വെഗ സിംഗപ്പൂർ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ജാക്ക് ആണത്. ഇത് സിന്ദൂര റെഡ് ആണ് ഇത് വരുന്നത്. ഇത് വരുന്നത് ഗോൾഡൻ ലോട്ടസ് ജാക്ക് എന്ന് പറഞ്ഞൊരു ഐറ്റാണത്. ഇത് നല്ല ഗോൾഡൻ കളറാണ്. ഗോൾഡൻ കളറാണ് ഇതിന്റെ പ്രത്യേകത വരുന്നത്. കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. പ്രത്യേകത ഉണ്ട്. ഉള്ളു നല്ല ഫ്ലഷ് ആണ്. ഇത് വരുന്നത് ലെമൺ ജാക്ക് ആണ് ഇത് വരുന്നത്. ഇതിന്റെ ഔട്ടർ ലെമണിന്റെ പോലെ തന്നെ സോഫ്റ്റ് ആണ് നല്ല. ഫ്ലേവറും ഏതാണ്ട് ഒരു ലെമന്റെ ഫ്ലേവർ വരുന്നുണ്ടല്ലോ. ലെമന്റെ ഫ്ലേവർ ആണ് വരുന്നത്. ഇത് G11 എന്ന് പറഞ്ഞൊരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഇത് J33 ജാക്കാണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇതിന്റെ സൈസ് ആണല്ലേ വരുന്നത്. സൈസ് ആണ്. ഒരു മാക്സിമം നമുക്ക് എത്ര കിട്ടും? 23 kg ഒക്കെ ലെവല് 23-25 kg മാക്സിമം വരാനുള്ള ചാൻസ് ഉണ്ടല്ലേ. ഇത് വിയറ്റ്നാം പിങ്ക് വെറൈറ്റി ആണത്. ഇത് 1.5 വർഷം ആണ് ഇതിന്റെ റിസൾട്ട് കിട്ടാനല്ലേ. ഇത് സൂപ്പർ റെഡ് ജാക്കാണ് വരുന്നത്. ഇത് പേര് പോലെ തന്നെ നല്ല ഉള്ളു നല്ല റെഡ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് ഉള്ളില്. ഇത് പിങ്ക് കോക്കനട്ട് തെങ്ങിന്റെ തൈയാണ് വരുന്നത്. ഇത് കുറച്ചും കൂടി ഒരു വെറൈറ്റി ഉണ്ട്. ഇതിന്റെ ചകിരി വരുന്നത് വെച്ചാല് ഉള്ളു പിങ്ക് കളർ തന്നെയാണ്. പേര് പോലെ തന്നെ പിങ്ക് കളർ തന്നെയാണ് ഉള്ളു വരുന്നത്. കോക്കനട്ടിന്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് നമ്മളെ കയ്യിൽ ഇപ്പൊ ഈ ഒരു അഖിൽ എക്സോട്ടിക്കൽ ലഭ്യമാണല്ലേ? ഉണ്ട്. ഇപ്പോഴും നമുക്ക് ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് നമുക്ക് ഇവിടെ. ഇതൊക്കെ പിങ്ക് കോക്കനറ്റിന്റെ കളക്ഷനാണ് ഈ കാണുന്നത്. അപ്പൊ ഇത് മാത്രമല്ല, ഇവിടെ ഇതാണ്ടോ വെരിഗേറ്റഡ് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് വരുന്നത് ഐസ്ക്രീം കോക്കനട്ട് എന്നുള്ളൊരു വെറൈറ്റിയാണ് നമുക്ക് വരുന്നത്. ഇതിന്റെ ഉൾഭാഗം നമുക്ക് ഐസ്ക്രീം എടുക്കുന്ന പോലെ എടുക്കല്ലേ? അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് കൊളംബസ് എന്ന് പറഞ്ഞ ഒരു കോക്കനട്ടിന്റെ വെറൈറ്റിയാണിത്. അത്യാവശ്യം സൈസ് ഉള്ള ഒരു പ്ലാന്റ് കൂടിയാണല്ലോ. നല്ല സൈസ് വരുന്നതാണിത്. ഇതിന്റെ പ്രത്യേകത എന്താ വരുന്നത്? ഇതിന്റെ പ്രത്യേകത വെച്ചാൽ നല്ല വലിപ്പം, അതാണ് ഇതിന് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സാധാരണ നാളികേരത്തിനായിട്ടും നല്ല വലിപ്പം വരുന്ന ഒരു ഇതാണ് വരുന്നത്. ഇപ്പൊ ഇത് വലിയ പ്ലാന്റ് ആണ്. ചെറുത് വേണ്ടെങ്കിൽ കൊളംബസിന്റെ തന്നെ ചെറിയ പ്ലാന്റുകളും നമുക്ക് ഇവിടെ ഉണ്ടല്ലേ. കൊളംബസ് ഉണ്ട്, D*T ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളത് നമ്മുടെ അഖിൽ എക്സോട്ടിക്ക തൃശ്ശൂർ ജില്ലയിൽ മണ്ണൂത്തിയിലാണ് കേട്ടോ. നമ്മളിന്ന് അഖിൽ എക്സോട്ടിക്കയിൽ വീഡിയോ ചെയ്യാൻ വന്നപ്പോൾ യാദൃശികമായിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഇവിടെ കടന്നു വന്ന വഴി തന്നെ എനിക്ക് പരിചയമുള്ളൊരു മുഖം കണ്ടു. മിക്കവാറും ഞാൻ കാണാറുള്ള ആളാണ് ആർട്ടിക്ക വോൾട്സ്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ വളരെ സന്തോഷമുണ്ട് നേരിട്ട് കണ്ടതിൽ. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു കുറച്ച് പൈനാപ്പിളിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ കിട്ടിയ കുറച്ച് സമയം എനിക്കുണ്ട് ഇവിടെ ചിലവഴിക്കാൻ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ടൊന്ന് പറയാം. ഞാനിപ്പോൾ അഖിൽ എക്സോട്ടിക്ക നഴ്സറിയിൽ വറീസേട്ടൻ്റെ ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 150ഓളം ഇന്തോനേഷ്യ, തായ്ലൻഡ്, ബ്രസീൽ അടക്കം ഏകദേശം ഒരു 150ഓളം വെറൈറ്റി പൈനാപ്പിൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ കളക്ഷനിലുണ്ട്. അപ്പോൾ അതിലിപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് മെക്സിക്കൻ ക്യൂ ജയൻ്റ് ആണ്. എന്താ ഇതിൻ്റെ പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ നമ്മൾ മുള്ളില്ലാത്ത ഇതിൽ പെടുന്ന ഒരു ഇതാണ് ഈ മെക്സിക്കൻ ക്യൂ ജയൻ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് അതായത് നമ്മുടെ നാട്ടിലുള്ള രാജ കിങ്, നമ്മളുടെ സോൺസ് പൈനാപ്പിള്, അതുപോലെ അമൃത, ആ ഇനത്തിൽ പെടുന്നത്. അതിൽ വരുന്ന ഒരു ഏകദേശം ഒരു 10-25ഓളം വെറൈറ്റി നമുക്ക് ഈ അഖിൽ എക്സോട്ടിക്കയിലുണ്ട്. അതിൽ വരുന്നതാണ് മെക്സിക്കൻ ക്യൂ ജയൻ്റ്. ഇത് ഏകദേശം ഇപ്പോൾ ഇത് ഡ്രമ്മിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചയിൽ ഇതിന് തൂക്കം ഇത് പോരാ. ഏകദേശം ഇതൊരു 4 കിലോ വരെ അടുത്ത് ഇതിന് തൂക്കം കിട്ടുന്ന ഒരു പൈനാപ്പിളാണ് മെക്സിക്കൻ ക്യൂ ജയൻ്റ്. ബ്രസീൽ പെറോള, സുബഹാൻ, പിന്നെ സീലാഷ് എന്ന് വേണ്ട അങ്ങനെ റെയറായിട്ടുള്ള ധാരാളം വെറൈറ്റികൾ, പുതിയ വെറൈറ്റികൾ ഇപ്പോൾ നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ സക്കേഴ്സ്, അതായത് നമുക്ക് ഏകദേശം ഇപ്പോൾ നമ്മൾ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മൾ ഇതിൽ പാകമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സക്കര ഇതാണ് നമ്മൾ തൈക്ക് വേണ്ടി യൂസ് ചെയ്യണം. ഇപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു പകുതി വലുപ്പമാകുമ്പോൾ തന്നെ നമുക്ക് ചക്ക വന്നിട്ടാണെങ്കിൽ നമുക്ക് ഒടിച്ചെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം.
ഇപ്പം നമുക്കിത് ഇതായി ഇപ്പം നമുക്ക് എടുക്കാം. ഇത് എടുക്കുമ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് ഓടിക്കുകയോ ഇങ്ങനെ ഇതൊന്നും ചെയ്യരുത്. നേരെ ഇത് ഇങ്ങോട്ട് അകത്തുക. ഇതിപ്പോൾ ഇത് കണ്ടോ, ഇവിടെ അകത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒടിഞ്ഞ് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ കാനി എടുക്കാവുള്ളൂ. അപ്പോൾ ഇതിന് നമ്മുടെ നാട്ടിൽ നമ്മൾ കാനി എന്നാണ് പറയണത്. ഇത് ഒടിച്ചെടുത്തപ്പോൾ ഇതിന് വേരാ കണ്ടോ. ഇതിപ്പോൾ ഏകദേശം നമുക്കൊരു 6 മാസം കൊണ്ട് ഈ ടൈപ്പ് സക്കർ 6 മാസം കുലയ്ക്കും. ഇതിപ്പോൾ നമുക്ക് 6 മാസം നമുക്ക് ഇത് കുലച്ചില്ലെങ്കിൽ നമുക്ക് മെഡിസിൻ ഒഴിക്കാം. മെഡിസിൻ അതായത് വ്യാവസായികമായിട്ട് നമ്മൾ വാഴക്കുളം, പൈനാപ്പിൾ, മൗറീഷ്യസ് മെഡിസിൻ യൂസ് ചെയ്താണ് ഒരുപോലെ നമുക്ക് ചക്ക വെട്ടാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചക്ക എടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മെഡിസിൻ ഉപയോഗിക്കേണ്ട. അല്ലെങ്കിലും ഇത് നട്ട 6 മാസം കഴിഞ്ഞ് 120-ആം ദിവസം നമുക്ക് ഇതിൽ നിന്ന് ചക്ക എടുക്കാം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിലുള്ള തൈകൾ എടുക്കല് നമ്മളിപ്പോഴാണ് കണ്ടുവന്നിട്ടുള്ളത്. അതായത് ഇപ്പോഴാണ് കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത്. സാധാരണ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് അത് നടുക എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നു. അതിന്റെ ഇത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ഇതിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു പൈനാപ്പിൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് നമുക്ക് വിളവെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് 1.5 വർഷം കൊണ്ട് നമുക്ക് വിളവെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ക്രൗൺ എന്നാണ് പറയുന്നത്. ഇത് ക്രൗൺ. ഈ ക്രൗൺ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വർഷം എടുക്കും. പക്ഷേ ഇതാരും തയ്യാറാവില്ല. പക്ഷേ ഈ ചക്കയുടെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ 4 കിലോ എന്നുള്ളത് നമുക്ക് 5 കിലോ വരെ തൂക്കം ഇതിൽ കിട്ടും ഈ ക്രൗണിൽ നിന്ന്. ഇതിൻ്റെ പൂർണ്ണമായ എല്ലാം ഈ മദർ പ്ലാന്റിൻ്റെ ഇത് ഒത്തു കിട്ടുന്നത് ഈ ക്രൗണിൽ നിന്നാണ്. അതായത് നമ്മൾ പഴമക്കാർ പറഞ്ഞ പോലെ സീഡ് നടുന്ന പോലെ. സീഡ് നടുന്ന പോലെ ചുരുക്കി പറഞ്ഞാൽ അതാണ് സംഭവം. അത് തന്നെ സംഭവം. പക്ഷെ അതാരും അതിന് തയ്യാറാവില്ല. കാരണം ഇത് 2 വർഷം എടുക്കും. അതായത് വിപണന സാധ്യത നോക്കിയിട്ടുണ്ടെങ്കിൽ പറ്റില്ല. ഇനി സ്ഥലമൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്, പതുക്കം മതിയെങ്കിൽ അത് തന്നെ. പിന്നെ മാത്രമല്ല, നമ്മളിപ്പോൾ വീട്ടിലൊരു ചക്ക നമുക്ക് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്രൗൺ നമ്മൾ കളയണ്ട, നമുക്കത് കൃഷി ചെയ്താൽ. പിന്നെ ഇതിന് ടെയില്, ഇത് സക്കർ, ഇത് ക്രൗണ്, ഇവിടെയാണ് ടെയിൽ വരുന്നത്. അപ്പോൾ അത് എല്ലാ ഇനത്തിനും ടെയിൽ ഉണ്ടാവില്ല. ഇത് ഏറ്റവും കൂടുതൽ ഉറപ്പായിട്ടും നമുക്ക് ടെയിൽ കിട്ടുന്നത് കാൻബുൾ പൈനാപ്പിളാണ്. കാൻബുളിന് നമുക്ക് ഒരു 9 ടെയിൽ കിട്ടും. ആ ടെയിലും ഇതേ സക്കറിൻ്റെ ഏകദേശം അതേ ഇതിൽ തന്നെ കിട്ടും. പിന്നെ നമുക്ക് ഇത്രയും കാലം കൃഷി ചെയ്തതിൽ നിന്ന് പുതിയൊരു അറിവോടെ കിട്ടി. അതായത് ഇപ്പം നൈജീരിയൻ പൈനാപ്പിളിൻ്റെ ക്രൗണും ഈ സക്കറും ഒരേ സമയത്ത് പ്ലാന്റ് ചെയ്തു, ഒരേ സമയത്ത് അതിൽ ചക്ക ഉണ്ടായി. അപ്പോൾ അത് നമ്മുടെ കൃഷിയിൽ നമ്മളാരും ഒരു തീർത്തൊരു കാര്യം പറയുന്ന രീതിയിലല്ല കൃഷി ചെയ്യുന്ന. ആർക്കും എങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പം നമ്മുടെ ഒരു ആദ്യത്തെ അനുഭവമാണ്. പക്ഷെ അത് മൗറീഷ്യസ് പൈനാപ്പിളിനോ ഇന്ത്യയിലുള്ള ഏതെങ്കിലും പൈനാപ്പിളിനോ അതുപോലെ വരണമെന്നില്ല ഈ ക്രൗണ്. അതിപ്പോൾ വിദേശി ഒരു പൈനാപ്പിളിൻ്റെ ക്രൗണ്, അതായത് നൈജീരിയൻ പൈനാപ്പിളിൻ്റെ ക്രൗണും ഈ സക്കറും ഒരേ സമയത്ത് ചക്ക ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒത്തിരി നമുക്കിതിൽ പറഞ്ഞാലും തീരാത്ത ഡേ ടു ഡേ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പഠിച്ചാലും നമുക്കതൊരു പൂർണ്ണതയിൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് കൃഷിയിലെത്താൻ പറ്റില്ല. പിന്നെ ഇതിൽ വേറൊരു കാര്യം, ഇപ്പം നമ്മളിത് ചക്ക എടുത്തു കഴിഞ്ഞാൽ വ്യാവസായികമായിട്ട് കൃഷി ചെയ്യുന്ന തോട്ടത്തിൽ നിന്ന് ഈ കാനി പറിച്ച് നമ്മൾ, അതായത് കാനി മീൻസ് സക്ക, ഇത് നമ്മൾ മൊത്തമായിട്ട് മാറ്റും. ഇത് നമ്മൾ അടിപിഴുത് മാറ്റും. ഇത് നമ്മൾ മാറ്റിക്കളയാതിരിക്കുമ്പോൾ ഇതിന് വീണ്ടും വളം ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടുന്ന് പൊട്ടിക്കൊണ്ടിരിക്കും. ഏകദേശം 1 വർഷം കൊണ്ട് നമുക്കൊരു 12ഓളം സക്കേഴ്സ് ഇതിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ അങ്ങനെയും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. 13 രൂപയ്ക്ക് വാഴക്കുളം പൈനാപ്പിളിൻ്റെ ഒരു സക്കർ കിട്ടുമ്പോൾ ഇത് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ 4000-ഉം 7000-ഉം ഒക്കെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഒരാൾ ഇതിൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് ചോദിക്കും, ഇതിൻ്റെ റേറ്റ് ചോദിക്കുമ്പോൾ നമ്മൾ 3000 ഒക്കെ പറയുമ്പോഴത്തേക്ക് അവർ ഇതായി പേടിച്ചു പോകും. പക്ഷെ നമുക്ക് അവിടുന്ന് തായ്ലൻഡിൽ പോയി കൊണ്ടുവരേണ്ട ആ മുടക്കം എല്ലാം വരും. പിന്നെ ഇത് വില കുറഞ്ഞു വരും. അപ്പോൾ ഏകദേശം ഒരു സക്കർ ഉണ്ടെങ്കിൽ നമുക്കൊരു 1-2 കൊല്ലം കൊണ്ട് ഏകദേശം ഒരു 10-15 എണ്ണം നമുക്ക് ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇതിപ്പോൾ നമുക്ക് പോർച്ചുഗീസുകാർ ഇവിടെ എത്തിച്ച ഈ മുള്ളില്ലാത്ത വെറൈറ്റി ആദ്യകാലത്ത് അവരാണ് ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ അതിൻ്റെ ആ ഒരു തലമുറ കൈമാറ്റം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകത്തിലാണ്. അവിടെ നിന്നാണ് പിന്നെ ഇത് നമുക്ക് കേരളത്തിലേക്കൊക്കെ വന്നു തുടങ്ങിയത്. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളവിടെ കണ്ട, ഇപ്പോൾ അവിടെ സക്കർ നമ്മൾ ഒടിച്ചെടുത്തല്ലോ. ഇത് ഇതുപോലെ തന്നെ കണ്ടോ, പൈനാപ്പിൾ കഴിഞ്ഞു. ഞാനിത് പറഞ്ഞ പോലെ തന്നെ ചട്ടിക്കകത്ത് ഇതുപോലെ നിർത്തിയേക്കുവാണ് അദ്ദേഹം. അപ്പോൾ നമുക്ക് ഇത് ഒടിച്ചെടുക്കുവാണ്. ഇത് കണ്ടോ, ഇതിപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ പാകമാകുമ്പോൾ ഇത് തിരിഞ്ഞു വരും. അല്ലാതെ വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഊരിപ്പോരും. ആ പരുവത്തിനാണ് എടുക്കാവുള്ളൂ. മറ്റേ പരുവത്തിന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമായിട്ട് വരും. അതായത് ഇപ്പോൾ കണ്ടോ, ഇതിപ്പോൾ വേരുണ്ട്. ചിലർ ഇത് ഒരു പകുതി ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് ഒടിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് ഒടിഞ്ഞു പോകും. പക്ഷെ ഇവിടുന്ന് ഒടിഞ്ഞു പോയി കഴിഞ്ഞാലും പൈനാപ്പിളിൻ്റെ ഇത് വെച്ച് ഇത് കള്ളിച്ചെടി വിഭാഗത്തിൽ പെട്ടതായതുകൊണ്ട് ഇത് നശിച്ചു പോകില്ല. ഒരു 90% കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഡയറക്റ്റ് ആ വെള്ളത്തിൻ്റെ ഇത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ മണ്ണിലേക്ക് വെക്കരുത്. ഒരു ദിവസം ഇത് നമ്മൾ
കുത്തി ഇതുപോലെ തന്നെ നിർത്തി നമ്മൾ ഡ്രാഗണൊക്കെ ചെയ്യുന്ന പോലെ ഡ്രൈ ആയി കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് മണ്ണിലേക്ക് വയ്ക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ കണ്ടോ 2 സക്കറും നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തു കഴിഞ്ഞു. ഇത് മെക്സിക്കൻ ക്യൂജാൻ്റെ ഇപ്പം നമ്മൾ അവിടെ കണ്ടത് തന്നെയാണ്. ഇപ്പം അതിന് നമ്മൾ ഈ വിലയുടെ ഒരു ഇതും കൂടെ പറഞ്ഞല്ലോ, ഇവിടെ നമുക്കൊന്ന് ബോധ്യപ്പെടുത്താനായിട്ടാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 800 ഒക്കെ നമുക്ക് റീറ്റെയിലിൽ വരുന്ന ഒരു പ്രൈസാണ്. 1000-800 ഒക്കെ വരും. അപ്പം നമുക്കൊരു പൈനാപ്പിൾ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 3 സക്കറായി. ദേ 3ാമത്തെ ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, കണ്ടോ, ഇത് അടിയിൽ നിന്ന് വന്നു കഴിഞ്ഞു. ഇതിപ്പോൾ നമുക്ക് എടുക്കാറായിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒടിഞ്ഞു വരും. ഇത് ഇതേപടി തന്നെ ഇതിൻ്റെ അകത്ത് വീണ്ടും വളം ചെയ്ത്, അപ്പോൾ അത് നമുക്ക് കാനി പൊട്ടാനായിട്ട് നമ്മൾ ജൈവം കൊടുക്കരുത്, അതിന് രാസവളം തന്നെ കൊടുത്താലാണ് ഇത് പൊട്ടി വരുള്ളൂ. പുതിയ സക്കേഴ്സ് നമുക്ക് പ്രധാനമായിട്ട് കൊടുക്കാൻ പറ്റിയ വളങ്ങൾ ഏതൊക്കെയാണ്? ഇത് നമുക്ക് സക്കേഴ്സ് പൊട്ടുന്നതിന് നമ്മൾ ഫാക്ടംബോസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. സക്കേഴ്സ് പൊട്ടാനായിട്ട് അത് യൂറിയ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വെറൈറ്റികൾ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വെരിഗേറ്റർ തന്നെ നമുക്ക് ശ്രീരാച്ച പിങ്ക്, അതുപോലെ ബ്ലാക്ക് ലീഫ്, ലാവാ ബ്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഞെട്ടുന്ന വിലയാണ്. ഇതൊക്കെ ഇവിടെ കളക്ട് ചെയ്തേക്കുന്ന ഏകദേശം ഒരു 12,000 രൂപയ്ക്കൊക്കെ. ഇപ്പോൾ ഇതൊരു 300-500 റേറ്റിലേക്ക് എത്തി. ഇത് ഓർണമെൻ്റലാണ്. ഒരു 100 ഗ്രാം വരെയാണ് ചക്കയുടെ തൂക്കം വരുള്ളൂ. പക്ഷെ കാണാൻ അതിഭംഗിയാണ്. കാരണം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ അസ്തമിക്കണോടം വരെ സമയത്താണ് ഇത് നിൽക്കുന്നതിലേക്ക് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഇത് കണ്ടില്ലേ? ഏകദേശം ഒരു വർഷം കൊണ്ട് നമുക്കൊരു 25ഓളം സക്കേഴ്സ് ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ഇച്ചിരി മുമ്പ് സംസാരിച്ച മറ്റേ മുള്ളില്ലാത്തതിൽ ഒരു 5 കിലോ എടുത്ത് ചക്കയുടെ തൂക്കം വരും. ഇത് കർണാടകയുടെ സോൺസ് പൈനാപ്പിളാണിത്. സോൺസ് എന്ന് പറയും. മുള്ളില്ലാത്ത ടൈപ്പ്. ഇത് മാംഗോ പൈനാപ്പിളാണ്. ഇതിപ്പോൾ ഞാൻ 200 പൈനാപ്പിൾ കൃഷി ചെയ്യുന്നതിൽ ഏകദേശം വിദേശ വെറൈറ്റികൾ ഒരു 25ഓളം പൈനാപ്പിൾ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ 3000-7000 വരെയുള്ള പൈനാപ്പിൾ, ഇപ്പോൾ നമ്മൾ 12,000-ൻ്റെ പൈനാപ്പിൾ പറഞ്ഞു. പക്ഷേ ഒരു ചക്ക എന്ന് നമുക്ക് കഴിക്കാനില്ല. അതിലേക്ക് വരുന്ന ആ വില ഒന്ന് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. പക്ഷേ നമുക്ക് ഹാൻഡ്ബുൾ പൈനാപ്പിൾ ഇപ്പോൾ ഒരു 300-500 റേറ്റേ വരുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ വേറെ നഴ്സറി പോയപ്പോൾ ഹാൻഡ്ബുൾ കഴിച്ചു. അതിൽ സത്യം പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഉള്ളിലത്തെ നടുവത്തെ ആ ഒരു അത് അതിന്റെ കൂഞ്ഞിൽ വരെ കഴിക്കാൻ ശരിക്കും അത് ജ്യൂസ് അടിക്കാൻ പറ്റില്ല. ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രുചി നമ്മൾക്ക് ജ്യൂസിൽ ആ രുചി വരില്ല. കാരണം അത് നമുക്ക് ചക്കയായിട്ട് തന്നെ അത് കഴിക്കാം. ഒന്നും ഒഴിവാക്കില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഫീലിംഗ് കിട്ടിയത്. തീർച്ചയായിട്ടും അത് അനുഭവം കൊണ്ടല്ലേ പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ അനുഭവങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഗുരു എന്ന് തന്നെ പറയണേ. ഇപ്പൊ നമ്മൾ ഒരു തേനീച്ച കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ റാതർ എടുത്തു കഴിയുമ്പോൾ തേൻ്റെ ആ ഇത് കഴിക്കുന്ന അതേ പ്രതീതിയാണ് ഈ മറ്റേ ഹാൻഡ്ബുള്ളിന്റെ. എനിക്ക് തോന്നുന്നു നമ്മുടെ കൈതച്ചക്കയിലെ ഏറ്റവും നല്ലൊരു വെറൈറ്റി. നല്ല വെറൈറ്റി നന്നായിട്ട് ഇപ്പൊ ഈ ഒത്തിരി അമിതമായ വില കൊടുത്ത് ഇതിന്റെ ഒന്നും പുറകെ പോകേണ്ട ആവശ്യമില്ല. ഹാൻഡ്ബുള്ള്, അതുപോലെ MD2 തന്നെ അറിയാമല്ലോ, നേരത്തെ കണ്ടിട്ടുണ്ട്. 25,000 ടിഷ്യൂ കൾച്ചർ കേരളത്തിൽ ആദ്യം കൃഷി ചെയ്തത് എൻ്റെ ജ്യേഷ്ഠനാണ്. അതിൻ്റെ അകത്ത് 5,000 ഇതെടുത്തു. ആ പൈനാപ്പിൾ വാഴക്കുളത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് കൊണ്ടുപോയി ഇറക്കേണ്ട താമസം, അപ്പം തന്നെ സെയിലായി. അത്ര റിസൾട്ടാണ് 20 ദിവസം വരെയാണ് അതിൻ്റെ ഷെൽഫ് ലൈഫ്. എന്ന് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ അകത്ത് നമ്മൾക്ക് നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തുന്നതാണ് മാംഗോ പൈനാപ്പിൾ. എന്താ ഇതിൻ്റെ പ്രധാന പ്രത്യേകത? ഇതിൻ്റെ പ്രധാന പ്രത്യേകത ഇപ്പം നമ്മൾ ഹാൻഡ്ബുളിനെ പറഞ്ഞ രീതിയിൽ ഇത് വേറൊരു അനുഭവമാണ് നമുക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയണേ, ഒരു മാമ്പഴം കഴിക്കുന്ന ഒരു പ്രതീതിയാണിത്. നിർബന്ധമായിട്ട് നമ്മൾ വെക്കേണ്ട ഒരു പൈനാപ്പിളാണ് മാംഗോ പൈനാപ്പിൾ. ഇത് ഇപ്പം നമ്മൾ ഈ കണ്ടതിന് വ്യത്യസ്തമായ ഒരു വെറൈറ്റിയാണ്. പൈനാപ്പിളിൽ വിത്തുകളുണ്ടാവും. തണ്ണിമത്തൻ്റെ അകത്ത് വരുന്ന പോലെ തന്നെ ആ വലിപ്പത്തിലൊരു 8-10 സീഡ് ഇതിലുണ്ടാവും. അപ്പോൾ പക്ഷേ ഒരു 700 ഗ്രാമാണ് ചക്കയ്ക്ക് തൂക്കം വരുള്ളൂ. ട്രാഡോ ശ്രീത്തോങ് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ 2 കളറിൽ വരുന്നുണ്ട്, ഗ്രീനും വരുന്നുണ്ട്, റെഡും വരുന്നുണ്ട്. നമ്മൾ വിത്തിട്ട ഇതേ റിസൾട്ട് തന്നെ വരുന്നത്. വിത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൽ നിന്ന് ഇതുപോലെ തന്നെ എല്ലാം കിളിക്കും. പക്ഷെ അതിൻ്റെ റിസൾട്ടിനെ പറ്റി നമുക്ക് പറയാറായിട്ടില്ല. കാരണം ആദ്യത്തെ അനുഭവമാണല്ലോ ഇത്. നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു പോരുന്നുള്ളൂ. പ്രൈസ്നൈറ്റിയ SP സിൽവർ പേരെന്നൊരു വെറൈറ്റി ആണല്ലേ. ഇത് ഒരു സൂപ്പറാണ് ഇതിൻ്റെ ഫ്ലവർ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്കയിലെ, ഞാനിത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീലങ്കയിലെ ഒരു ചെടി എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫിലിപ്പീൻസിൽ നിന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളെ ക്ലൈമറ്റിനോട് അനുയോജ്യമാണ്. പക്ഷേ ഇതിൽ ഞാൻ വേറൊരു ഇത് കാണുന്നതിനാ വെച്ചാൽ ഇത് ഇത്തിരി വില കൂടിയ പ്ലാന്റാണ്. പക്ഷേ ഇതിൻ്റെ നമ്മൾ ഇത് ആയിട്ട് ബന്ധപ്പെട്ട് കുറേ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് നമ്മൾ ഇതിൻ്റെ വില കണ്ടു കഴിഞ്ഞപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ തന്നെ സമാനമായ വേറൊരു ഇനം ഗോവയിലുണ്ട്. അതിന് ഇത്രയും വിലയൊന്നുമില്ല. പക്ഷേ ഇതിന്റെ ഒരു എന്നാ പറയണ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും എന്ന് പറയുന്ന പോലെ ഏതെടുത്താലും ഉണ്ടല്ലോ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റും. അത് തന്നെയാണ് സംഭവം. അവിടെ അവർക്ക് 3 വർഷം മുമ്പ് കിട്ടിയതാന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് ഒറിജിനൽ അതിന്റെ പ്ലാന്റ് ആണ്. ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തതാണ്. എന്റെ ഫ്രണ്ട് വഴിയാണ് ഇമ്പോർട്ട് ചെയ്തതാണ്. അത് 100% നമുക്ക് 100% നമുക്ക് ഉറപ്പാണ്.
അപ്പോൾ ഇതിൻ്റെ ഈ വില കണ്ടുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാനായിട്ട് പോയത്. ഇതിപ്പോൾ നമ്മളൊരു പുതിയ വെറൈറ്റിയാണിത്, MD7. നമ്മളെ MD2 ഉണ്ടായിരുന്നല്ലോ. MD2 ഉണ്ടായിരുന്നു. അതിന് എന്താ വ്യത്യാസം? അതിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് MD2നെ പറ്റി ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റും. തുടക്കം മുതൽ അവസാനം വരെ അതിൻ്റെ എല്ലാ വിവരവും നമ്മൾ തന്നതാണ്. പക്ഷേ ഇത് മറ്റതിനെ ഇതെന്ന് പറഞ്ഞാൽ 3 കിലോ അടുത്ത് തൂക്കം വരെ വരും. ഇത് 5 to 6 എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യമായതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞുള്ള ഒരു അറിവ് മാത്രമേ ഇതിനെപ്പറ്റി നമുക്ക് ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. MD7 അപേക്ഷിച്ച് ഇത് വെരിഗേറ്റഡ് തന്നെയാണെങ്കിലും സാധാരണ വെരിഗേറ്റഡിൽ ഒട്ടുമിക്കയും നമുക്ക് ചക്ക തൂക്കം കുറവും സീറ്റും അല്ലായിരിക്കും. പക്ഷേ ഈ സ്വീറ്റ് പിങ്ക് ഏകദേശം ഒരു 800 ഗ്രാം അടുത്ത് തൂക്കം വരും. നന്നായിട്ട് നമ്മൾ പൈനാപ്പിളിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 20 ദിവസം കൂടുമ്പോൾ നമ്മൾ പൈനാപ്പിളിന് വളം കൊടുക്കണം. അങ്ങനെ വന്നാൽ ഇത് 1 കിലോ, ഇപ്പോൾ നമ്മൾ ബ്രസീൽ സുബഹാൻ 8 to 12 കിലോ ഉണ്ടെന്ന് പറയുമ്പോൾ പലരും അതിശയിക്കും. പക്ഷെ നമുക്ക് രാജ കിങ് എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ പൈനാപ്പിൾ, ഈ രാജ കിങ് 10 കിലോ വരെ തൂക്കത്തിൽ നമ്മൾ കറക്റ്റായിട്ട് 20 ദിവസം കൂടുമ്പോൾ നമ്മൾ വളം കൊടുത്തു കഴിഞ്ഞാൽ 10 കിലോ തൂക്കത്തിൽ അതിൻ്റെ ചക്ക നമുക്ക് വെട്ടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ ഒരു ചക്ക ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഇത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നമ്മൾ ആ വെരിഗേറ്റഡിൽ വരുന്നത് സ്വീറ്റ് പിങ്ക് എന്ന് പറഞ്ഞൊരു ഇനമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പൈനാപ്പിളിലാവും ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് ഉള്ളത്. അതെ, ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് ഉള്ളതും. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു വ്യത്യാസം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഇതിൻ്റെ അകത്തൊരു 100 വെറൈറ്റി നമ്മൾ ഒരു തോട്ടത്തിൽ പ്ലാന്റ് ചെയ്തിട്ട് ഈ 100 വെറൈറ്റി ഒരേ സമയത്ത് നമ്മൾ പൂത്ത് കൊലച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ട സ്വഭാവങ്ങളെല്ലാം ഇതിൽ നിന്ന് മാറിപ്പോകും. ആ ക്രൗണിലൊക്കെ മാറ്റം വരാം നമുക്ക്. അത് അങ്ങനെ ഒരു ആ പോളിനേഷൻ നടന്ന അതും പൈനാപ്പിളിന് നന്നായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണത്. ഇത് നമ്മളുടെ ജപ്പാൻ്റെ ഒരു പൈനാപ്പിളാണ്, ഒക്കിനാവോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജപ്പാനിലെ ഏറ്റവും ഒരു ടോപ്പ് വെറൈറ്റി എന്നാണ് പറയുന്നത്. പക്ഷേ കേരളത്തിൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല. ഇപ്പം ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു 200 വെറൈറ്റി ചെയ്തിട്ടുണ്ടെങ്കിലും 25 വെറൈറ്റി ഇപ്പം ഇനി ഏകദേശം ഒരു 15ഓളം വെറൈറ്റി നമുക്ക് ചക്ക വെട്ടാറായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് നമ്മൾ അറിഞ്ഞറിഞ്ഞ് വന്നാലാണ് ഇത് എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ജപ്പാൻ്റെ വെറൈറ്റി കേരളത്തിൽ ഇപ്പോൾ ഇത് എത്തിയിട്ടേ ഉള്ളൂ. ഇത് ആർക്കും ഇതിൻ്റെ ചക്ക ഇവിടെ ഉണ്ടായിട്ടില്ല. ഇത് വരുന്നത് MD2 ആണ്. പിന്നെ ബാലി വെരിഗേറ്റഡ് വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അത് പട്ടാർവിയ റെഡ് എന്ന് പറയുമ്പോൾ തായ്ലൻഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ ഇനാണ്. ഇതാണ് പേരിലൊരു റെഡ് ഉണ്ട്, പക്ഷെ വെരിഗേറ്റഡ് ആണ് വരുന്നത്. വെരിഗേറ്റഡ് ആണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ചക്ക റെഡ്, അതിൽ ചക്കയും വെരിഗേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഇനാണ്. പക്ഷെ ഇതിനൊരു എൻ്റെ ഒരു അനുഭവത്തിൽ ഇപ്പം നമ്മൾ ഏകദേശം 200 പൈനാപ്പിളിൻ്റെ ഇത് പറഞ്ഞല്ലോ, അതിലിത്തിരി വളർച്ച കുറവുള്ളതും കേട് ഇത്തിരി കൂടുതലുള്ള ഒരു ഇനാണിത്. സ്ലോ ഗ്രോത്ത് ആണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഇത് കരിഞ്ഞിരിക്കണുണ്ടോ? അപ്പം നല്ല അത് ഇതിൻ്റെ നേച്ചർ ആണല്ലോ. അങ്ങനെ അത് ഈ പട്ടാർവിയയ്ക്ക് മാത്രമേ ഉള്ളൂ. ആരോഗ്യമുള്ള ഒരു പൈനാപ്പിളിന് ഒരു കാരണവശാലും അവിടെ ആ ഉണക്ക് വരില്ല. ഇത് ചെറുതാണെങ്കിലും ഇത് ഇരിക്കുന്നുണ്ടോ, ആരോഗ്യവാനാണിത്. ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഇതെല്ലാം ഉണങ്ങിയിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് കെയർ ചെയ്യാന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ പൈനാപ്പിൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ പലരും ഇതിൻ്റെ കേടുപാടുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനതിന് കൃത്യമായിട്ട് അതിൻ്റെ മരുന്ന് നിർദ്ദേശിച്ച് കൊടുത്തിട്ട് അത് രക്ഷപ്പെട്ട് പോന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മാംഗോസ്റ്റിൻ്റെ തൈയാണത്. ഇത് ഗ്രാഫ്റ്റാണ് വരുന്നത്. 6 തട്ടിലുള്ള കണ്ടോ, ഇതിങ്ങനെ 6 തട്ടോളം നമുക്കിത് വരുന്നുണ്ടല്ലേ. അത് ഫ്രൂട്ടഡ് ആയിട്ടുള്ള തൈകള് നമുക്ക് അവൈലബിൾ ആണല്ലേ? നമുക്കിവിടെ കഴിച്ചിട്ടുണ്ടോ, കണ്ടോ കായ്കള് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ടോർച്ച് ജിഞ്ചർ ഡോട്ടഡ് എന്ന് പറഞ്ഞിട്ടൊരു വെരിഗേറ്റഡ് ആയിട്ടാണത്. ലീഫിൽ തന്നെ ഒരു ഡോട്ടഡ് കാണാനുണ്ടല്ലോ. ലീഫിന് തന്നെ പ്രത്യേകത ഉണ്ടായില്ല. ഇതുപോലെ ഒട്ടനവധി ഹൈബ്രിഡ് വെറൈറ്റികളായിട്ടുള്ള തൈകൾ നമ്മൾ അഖിൽ എക്സോട്ടിക്കൽ സെയിലിന് തയ്യാറായിട്ടുണ്ട് കേട്ടോ.